ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നമുക്ക് ചിന്തിക്കാം. ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ദൈവിക മഹത്വത്തെ കാണുവാൻ, ദൈവിക സ്വഭാവങ്ങളെ കാണുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ദൈവിക മഹത്വം ദർശിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളോട് കൂടിയിരിക്കട്ടെ. ഈ 2-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം ആകാശത്തെയും ഭൂമിയെയും എല്ലാം ഉണ്ടാക്കി സകല ചരാചരങ്ങളൊക്കെയും തികഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ സകലത്തെയും ആ ദൈവത്തിന്റെ ആ മഹത്വത്തിനായിട്ട് ആ ചരാചരങ്ങളെയൊക്കെയും തികച്ചവനായിരിക്കുന്ന ആ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിന്റെ മഹത്വം 2-ാം വാക്യത്തിന്റെ അകത്ത് നമുക്ക് കാണാം. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി ആ ദൈവം താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു എന്ന് കാണാം. അതിനെയാണ് ശബത്ത് എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ അത് ആചരിക്കുന്നുണ്ടെങ്കിൽ പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അകത്തും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു ദിവസം നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആണെങ്കിലും ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് ആ ദൈവിക മഹത്വത്തെ വിളിച്ചു പറയുന്ന ആ നല്ല ദൈവത്തിന്റെ മക്കളായി മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു പ്രത്യേകിച്ചൊരു ദിവസമല്ല, എല്ലാ ദിവസവും ഒരുപോലെ നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയ കർത്താവിനെ, നമ്മളെ ഈ ഭൂമിയിൽ തന്റെ മഹത്വത്തിനായിട്ട് സൃഷ്ടിച്ചുണ്ടാക്കി നിർത്തിയിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താഴെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, യഹോവയായ ദൈവം ഭൂമിയിൽ ആ മഴ പെയ്യിച്ചിരുന്നില്ല, അവിടെ നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അവിടെ ദൈവം പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം, ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു എന്നാണ്. അത് നമുക്ക് തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലം നനയ്ക്കുക ദൈവത്തിന്റെ പ്രവർത്തികളാണ് ഇത് സകലതും എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. നോഹയുടെ സമയത്തേക്കാണ് നമ്മൾ, ആ കാലഘട്ടത്തിലാണ് മഴ എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രതിഭാസം കടന്നു വരുന്നത്. അതിനു മുന്നേ ഈ മഴ ഇല്ല. അവിടെ ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലം നനച്ചതായിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ആ ദൈവത്തിന് നമുക്ക് സകല മഹത്വവും നമുക്ക് കരയേറ്റാം. നമ്മൾ ഈ വായിക്കുന്ന വാക്യങ്ങളിലൂടെ മുഴുവൻ ദൈവം ആരാണെന്ന് അറിഞ്ഞ് ആ ദൈവത്തിന് മഹത്വം കരയേറ്റുക എന്നുള്ളതായിരിക്കുന്ന ഒരു ഉദ്ദേശത്തോടെയാണല്ലോ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെയും നമ്മൾ ചിന്തിക്കുന്നത്. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ഘടനയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്തുള്ളത്. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത്, ഈ ഒരു ജഡത്തെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിലത്തെ പൊടി കൊണ്ടാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മൾ ഈ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ദൈവത്തെ ആ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ച് ഉണ്ടാക്കപ്പെടുവാൻ തക്കവണ്ണം വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നല്ലോ. നമ്മുടെ ആത്മാവില് ആ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുവാൻ തക്കവണ്ണം അവന്റെ ഉള്ളത്തിലേക്ക് ജീവശ്വാസം ഊതിയ ആ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കർത്താവിന്റെ ശ്വാസമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഇയ്യോബിൽ ഇങ്ങനെ ഒരു വാക്ക് ഇയ്യോബ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ശ്വാസമാണ് തനിക്ക് ജീവൻ നൽകുന്നത്, ദൈവത്തിന്റെ ശ്വാസമാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്, നമുക്ക് ബലം നൽകുന്നത് ഈ ദൈവത്തിന്റെ ശ്വാസമാണ്. നമ്മൾ വായിക്കുന്നതായിരിക്കുന്ന തിരുവെഴുത്ത് ദൈവത്തിന്റെ ശ്വാസമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ എന്ന വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിന്റെ മഹത്വം ഹല്ലിയ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ശക്തിയോടെ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം അങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കി ഒരു ജീവനുള്ള ദേഹിയാക്കി തീർത്തിട്ട് ദൈവം അവിടെ പറയുന്നുണ്ട്, കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു ഏദൻ തോട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ കുടുംബമായിരിക്കാം, ദൈവം നമ്മളെ നട്ടിരിക്കുന്ന സഭയായിരിക്കാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഇന്ന് ആ ജീവൻ നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന നമ്മളെ, പാപം ചെയ്ത് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട് നമ്മൾ ആത്മീകമായ മരണത്തിന് വേണ്ടി കാത്തിരുന്ന നമ്മളെ വീണ്ടെടുത്ത് ഇന്ന് ആ ഏദൻ തോട്ടത്തിനകത്ത് ആക്കി ദൈവം ഹല്ലേലൂയ, ഇന്ന് സഭയാകുന്ന തോട്ടത്തിനകത്ത് ദൈവം നട്ടിരിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് കർത്താവിന് വേണ്ടുന്ന ഫലം കായ്ക്കുവാനാണ്. ദൈവം അവിടെ മനുഷ്യനെ ആക്കി, ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി. ദൈവം അവിടെ ചില കണ്ടീഷൻസ് അവിടെ വെച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. താഴേക്ക് വായിക്കുമ്പോൾ, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും
തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. ദൈവം അവിടെ ഓരോ അതിലേക്ക് ഞാൻ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ദൈവം അവിടെ ചില കാര്യങ്ങളെ ചെയ്തു. അവിടെ നമുക്ക് താഴേക്ക് വായിച്ചു കഴിയുമ്പോൾ താഴെ കാണാനായിട്ട് കഴിയും, തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ആ തോട്ടം ഉണ്ടാക്കി അവിടെ അവനെ പാർപ്പിക്കുക മാത്രമല്ല, ആ തോട്ടത്തിന്റെ അകത്ത് നനവുണ്ടാക്കാൻ തക്കവണ്ണം അവിടെ ദൈവം ബാക്കി കാര്യങ്ങളെ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എത്ര അതിശയവും അത്ഭുതകരവുമായിട്ടാണ് ദൈവം നമ്മളെ നടത്തുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ സഭയ്ക്കകത്ത് ഈ തോട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ ആ ഒരു തണുപ്പിക്കുന്ന അനുഭവം നമുക്ക് ഫലം നൽകുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിലേക്ക് ആ തണുപ്പേകുന്ന അനുഭവങ്ങളെ നൽകുവാൻ തക്കവണ്ണം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട്. യെഹെസ്കേലിന്റെ പ്രവചനത്തിന്റെ അകത്ത് ആത്മശക്തി ഒരു നദിയോടുള്ള ബന്ധത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് പാദത്തോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാത്ത, കടപ്പാൻ വഹിയാത്ത ഒരു ആത്മസാന്നിധ്യം ഈ ദിവസങ്ങളിൽ അനുഭവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താഴേക്ക് വന്നു കഴിയുമ്പോൾ യഹോവയായ ദൈവം 15-ാം വാക്യത്തിൽ കാണാം, ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. ആ മനുഷ്യന് അവിടെ ദൈവം ഏദൻ തോട്ടം സൃഷ്ടിച്ചുണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, അവിടെ അവന് ചില അതോറിറ്റീസും ദൈവം അവിടെ കൊടുക്കുകയാണ്. അതിനെ കാക്കുക എന്നുള്ള ആ അതോറിറ്റി, അതിനെ നമ്മുടെ ജീവിതത്തിന്റെ അകത്തും ഇന്ന് നമ്മളായിരിക്കുന്ന ആ തോട്ടത്തെ അതിനകത്ത് നമ്മൾ വേല ചെയ്യണം. ആ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമാണ് അവിടെ ആക്കി വെച്ചത്. ഇന്ന് ദൈവം നമ്മളെയും ആക്കി വെച്ചിരിക്കുന്നത്, കുടുംബത്തിന്റെ അകത്ത് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ അതിനകത്ത് നമുക്കൊരു വേലയുണ്ട്. ഒരു ആത്മീയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്നതായിരിക്കുന്ന വേലകൾ ഈ ദിവസങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനെ കാക്കുക എന്നുള്ളത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. കാവൽക്കാര രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഒരു കാവൽക്കാരന്റെ ശുശ്രൂഷ കൂടെ നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകുവാനായിട്ട് ഇടയായി തീരരുത്. 16-ാം വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, സകല വൃക്ഷങ്ങളെയും നിലത്ത് നിന്ന് ദൈവം മുളപ്പിച്ചൊക്കെ വരുത്തി. എന്നിട്ട് ദൈവം പറഞ്ഞു, ഈ വൃക്ഷങ്ങളുടെ ഫലമെല്ലാം നിങ്ങൾക്ക് തിന്നാം, പക്ഷെ ഒറ്റ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും. ഹല്ലേലൂയ. ദൈവം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ അകത്താണ് എങ്കിലും പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഫ്രീഡം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. ഇന്നും നമ്മുടെ മുമ്പിലുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ഈ ദൈവം നമ്മുടെ മുമ്പിൽ രണ്ടും വെച്ചിട്ടുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി, നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിലെ ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. തിരഞ്ഞെടുപ്പ് നമ്മൾ തീരുമാനിക്കണം. പ്രിയമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ നടക്കുവാൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടന്ന് ദൈവഹിതപ്രകാരം മാത്രമുള്ളത് തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ദൈവം വലിയ ഭാഗ്യം ദൈവം തന്നിരിക്കുന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആത്മീയമായിരിക്കുന്ന ഒരു മരണം സംഭവിക്കാതിരിക്കേണ്ടതിന് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, ആ തെരഞ്ഞെടുപ്പുകൾ, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഈ ദിവസങ്ങൾ ആ ദൈവമഹത്വത്തിനായിട്ട് ഓടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണാം, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായിരിക്കുന്ന തുണയുണ്ടാക്കി കൊടുത്ത ഒരു ദൈവം. അവിടെ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടത് ദൈവമാണ്. ദൈവം ചിലത് കാണും. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് നോക്കിയിട്ട്, എൻ്റെ ജീവിതത്തിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും പരിശുദ്ധാത്മാവ് നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് ചിലത് കാണുവാനായിട്ടിടയായി തീരും. ദൈവം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ചില പ്രവർത്തികൾ കൂടെ തമ്പുരാൻ ചെയ്യുവാനായിട്ടിടയായി തീരും. അത് നമ്മൾ ആരും റിക്വസ്റ്റ് ചെയ്തിട്ടല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രിയമുള്ളവർ, നമുക്കറിയാം, എല്ലാം നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നുമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതായിരിക്കുന്ന എല്ലാ നന്മകളും ദൈവം നോക്കി കണ്ട് പ്രവർത്തിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഇന്ന് ഈ പകൽക്കാലം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. മുഴുവൻ മഹത്വവും നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച്, ദൈവം സകലത്തെയും സൃഷ്ടിച്ച ആ ഓരോ ജീവജന്തുക്കളെയും ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ഈ മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് മനുഷ്യനോട് ദൈവം പറയുകയാണ്, നീ ഇവയ്ക്കൊക്കെ പേരിടുവാൻ. ഇപ്പം ഈ പേരിടുവാനുള്ളതായിരിക്കുന്ന ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? അപ്പം മനുഷ്യന് ഇങ്ങനെ പേരിടുവാനും അതിന് ഓരോന്നിനെ പേര് ചൊല്ലി വിളിക്കാനൊക്കെ തക്കവണ്ണം ആ ജ്ഞാനം എവിടെ നിന്നാ വന്നത്? ആ ജ്ഞാനം കൊടുത്തത് ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും സർവശക്തനായിരിക്കുന്ന കർത്താവാണ് ആ ജ്ഞാനം നൽകുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്ന് വചനം പറയുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലേക്കും
പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആ ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. താഴേക്ക് വായിക്കുമ്പോൾ മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി അവൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട ദൈവം അടുത്ത സ്റ്റെപ്പ് ദൈവം തമ്പുരാൻ അവന് വേണ്ടി ചെയ്യുകയാണ്. അവൻ ഉറങ്ങിയതായിരിക്കുന്ന സമയത്ത് വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് മാംസം പിടിപ്പിച്ച് ഒരു വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ ആവശ്യബോധം അല്ലെ അവനിലുള്ളതായിരിക്കുന്ന ആവശ്യം എന്ത് എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയെടുത്ത കർത്താവ് ഹല്ലേലൂയ അവന് വേണ്ടി ചില കാര്യങ്ങളെ ദൈവം അവിടെ ചെയ്തു കൊടുക്കുകയാണ്. ഹല്ലേലൂയ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരുപക്ഷെ നമുക്ക് തോന്നും ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവമാണ് അവിടെ കണ്ടത്. ഹല്ലേലൂയ ഒരു പക്ഷേ അറിയത്തില്ല അങ്ങനെ ഒരു ഏകനാണെന്നുള്ളൊരു തോന്നൽ ആദാമിനുണ്ടായിരുന്നോ നമുക്കറിയത്തില്ല. പക്ഷേ ദൈവം അവിടെ ചില കാര്യങ്ങളെ ദൈവം അവിടെ ചെയ്തു കൊടുക്കുക. ആദാമിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന സർവശക്തനായിരിക്കുന്ന കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി ഹല്ലേലൂയ നമുക്ക് ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വചനങ്ങൾ ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും ഇന്ന് വായിച്ച ഈ വചനഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചനങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആമേൻ.